ഹലോ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വളരെ നിർണായകമായ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ബഡ്ജറ്റ് ദിവസങ്ങളിലെ നിഫ്റ്റി 50 സൂചികയുടെ പ്രകടനം 2024 യൂണിയൻ ബഡ്ജറ്റ് അടുക്കുമ്പോൾ ഈ കാലയളവിൽ വിപണി എങ്ങനെയാണ് ചരിത്രപരമായി പ്രതികരിച്ചതെന്നും ബഡ്ജറ്റിന് മുൻപും അതിനുശേഷവും ഈ സമയങ്ങളിൽ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ ഇനി കഴിയുക എന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ബഡ്ജറ്റിന് ശേഷം എത്തരത്തിലായിരിക്കും വിപണി പ്രതികരിക്കുക എന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. കൂടാതെ ഏതൊക്കെ സെക്ടറുകളായിരിക്കും ഫോക്കസിൽ വരാൻ സാധ്യതയുള്ളത് എന്നും പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജൂൺ 4-ന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലം മുതൽ നിഫ്റ്റി 50 സൂചിക 15% ഉയരുകയുണ്ടായി. ഇത് നിക്ഷേപകരുടെ ശക്തമായ ശുഭാപ്തി വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ജൂലൈ 19-ന് മാത്രമാണ് വലിയൊരു ഇടിവ് നിഫ്റ്റി 50-ൽ കണ്ടത്. 1% മുകളിൽ അന്ന് മാർക്കറ്റ് ഇടിയുകയുണ്ടായി. ചരിത്രപരമായ ചില വസ്തുതകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ബഡ്ജറ്റ് ദിവസങ്ങളിലെ നിഫ്റ്റി 50യുടെ പ്രകടനം സമ്മിശ്ര പ്രതികരണമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ 14 ബഡ്ജറ്റ് സെഷനുകളിൽ 7 എണ്ണത്തിലും സൂചിക ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. എന്നിരുന്നാലും ബഡ്ജറ്റ് ദിവസങ്ങളിലെ ശരാശരി വരുമാനം ഏകദേശം 0.3% എന്നാണ് കാണിക്കുന്നത്. അതായത് വിപണിയുടെ ഒരു ആവറേജ് പ്രകടനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലേത് പരിശോധിച്ചു കഴിഞ്ഞാൽ 0.3% നേട്ടത്തിലാണ് വിപണി ക്ലോസ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ വിപണിയുടെ ഒരു റേഞ്ച് എത്തരത്തിലാണ് എന്ന് വെച്ചാൽ -2% മുതൽ +2% ഇടയിലായിരുന്നു വിപണിയുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഇത് 2020-ലും 2021-ലും മാത്രമായിരുന്നു ഇതിന് വിഭിന്നമായി വിപണിയിൽ സംഭവിച്ചത്. ബഡ്ജറ്റ് ദിവസത്തെ പ്രകടനമാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി ബഡ്ജറ്റിന് ശേഷം എത്തരത്തിലായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതിലേക്ക് വരാം. ബഡ്ജറ്റിന് ശേഷമുള്ള കാലയളവിൽ 14-ൽ 10 തവണയും നിഫ്റ്റി 50 ബഡ്ജറ്റ് ദിവസത്തിന് 10 ദിവസത്തിന് ശേഷം പോസിറ്റീവ് റിട്ടേണുകൾ പോസ്റ്റ് ചെയ്തു. ശരാശരി വരുമാനം ഏകദേശം 1.6%. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ബഡ്ജറ്റിന് ശേഷം ഒരു മാസത്തിന് ശേഷം നിഫ്റ്റി 50 ശരാശരി 5.7% വരുമാനമാണ് നൽകിയത്. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റാണ്. ഇത് ബഡ്ജറ്റിന് ശേഷമുള്ള കാര്യമായ ഒരു റാലിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായി ബഡ്ജറ്റിന് മുൻപും അതിന് ശേഷവുമുള്ള പ്രകടനമാണ് നമ്മൾ വിലയിരുത്തുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കാണ് ഇപ്പോൾ എടുക്കുന്നത്. നിഫ്റ്റി 50യുടെ പ്രകടനം ബഡ്ജറ്റിന് ഒരാഴ്ച മുൻപും ഒരാഴ്ചയ്ക്ക് ശേഷവും യഥാക്രമം -0.3% ബഡ്ജറ്റിന് ശേഷം അത് -0.5% മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു സെക്ടർ പരിശോധിക്കുകയാണെങ്കിൽ ബഡ്ജറ്റിന് ശേഷമുള്ള കാലയളവിൽ ഊർജ്ജമാണ് മികച്ച പ്രകടനം നടത്തിയത്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് മോർഗൻ സ്റ്റാൻലിയുടെ ഒരു അഭിപ്രായം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. മോർഗേജ്, പവർ ഫിനാൻഷ്യൽസ്, ഇൻഡസ്ട്രിയൽസ്, സിമന്റ് മെറ്റീരിയൽസ് തുടങ്ങിയ കാപെക്സ് ഫിനാൻസിംഗ് സെക്ടറുകൾക്കൊപ്പം സ്റ്റാപ്പിൾസ് ആൻഡ് ഓട്ടോ തുടങ്ങിയ മേഖലകളും നേട്ടമുണ്ടാക്കുമെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. മറ്റൊരു പ്രസക്തമായ കാര്യം കൂടി മോർഗൻ സ്റ്റാൻലി അനലിസ്റ്റുകൾ പറയുന്നത്, കാര്യമായ നികുതി ഇളവോ നിലവിലെ പദ്ധതികളിൽ ഒരു തുടർച്ചയോ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ബഡ്ജറ്റ് നിരാശപ്പെടുത്തുന്നത് തന്നെയായിരിക്കും. അത്തരത്തിലാണെങ്കിൽ വിപണി ഒരു ഇടിവിലേക്ക് പോകും എന്നും സൂചിപ്പിക്കുന്നു. ഭൗതികവും സാമൂഹികവുമായ അടിസ്ഥാന സൗകര്യ ചെലവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 30 വർഷത്തെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി വളരെയധികം ഉയർന്നത് 2021-ലായിരുന്നു. 4.1% ഉയർന്നത്. ഏറ്റവും വലിയ ഇടിവ് നേരിട്ടത് 2009-ൽ 5.4%. ഇതുകൂടാതെ മാർക്കറ്റുള്ള ദിവസങ്ങളിൽ വലിയ വൊളറ്റാലിറ്റിയാണ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക എന്നും ഈ ഡാറ്റ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം നമ്മൾ ട്രേഡ് എടുക്കേണ്ട ഒരു ദിവസമാണ് ബഡ്ജറ്റ് ഡേ, അതായത് ജൂലൈ 23. നിങ്ങൾക്ക് അന്നത്തെ ദിവസം രാവിലെ 10:30 മുതൽ 3:30 വരെ നമ്മുടെ സ്പെഷ്യൽ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ആ യൂട്യൂബ് ലൈവ് കാണാൻ ശ്രമിക്കുക. നമുക്ക് കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് അത്. എല്ലാവരും വിനിയോഗിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ സ്റ്റുഡൻസിന് ഒരുപക്ഷെ അന്ന് ലൈവ് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. തൊട്ടുമുകളിൽ ഇവിടെ നമ്മളൊരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നൽകുന്ന ലിങ്ക് കൂടിയുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും അവിടെ നിന്ന് അറിയാവുന്നതാണ്. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട് നിങ്ങൾ അറിയേണ്ട കുറച്ച് വസ്തുതകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് മാധ്യമങ്ങളായ മണി കൺട്രോൾ, മിന്റ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് ഈ ഡാറ്റ എടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റ് ദിവസത്തെ പ്രകടനവും അതുപോലെ ബഡ്ജറ്റിന് ഒരാഴ്ചയ്ക്ക് ശേഷം എത്തരത്തിലായിരിക്കും പ്രകടനമെന്നും ബഡ്ജറ്റിന് ഒരു മാസത്തിന് ശേഷം എത്തരമായിരിക്കും പ്രകടനം എന്നും കൂടാതെ മോർഗൻ സ്റ്റാൻലിയുടെ ചില അഭിപ്രായങ്ങളുമാണ് നമ്മുടെ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് പരമാവധി ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തു എന്ന് ഉറപ്പിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ഏവർക്കും നന്ദി.